എമിലി മേഡമാണോ? ഇവരിങ്ങനെ കയറിയിറങ്ങി നടക്കുകയാണല്ലോ. സാറുമായി എന്താ ഇത്ര സംസാരിക്കാനുള്ളതെന്നറിയില്ല. മോളായിരുന്നു ജോസഫേട്ടൻ വേറെ ആരെയാണല്ലോ പ്രതീക്ഷിച്ചത്? എമിലി മേഡമാണെന്നാ ഞാൻ കരുതിയത്. അവരിങ്ങോട്ട് വരുമോ? അറിയില്ല. അവർക്കങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. തോന്നുമ്പം വരും, തോന്നുമ്പം പോവും. മോള് കയറി വാ, ഞാൻ സാറിനെ വിളിക്കാം. കിരണെത്തിയോ? ഞാൻ മോക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ വേണ്ട ജോസഫേട്ട. ജോസഫേട്ട അകത്തേക്കില്ല. ശരി സാർ, ശരി. കിരൺ എന്താ തനിച്ചു വന്നേ? ഫ്രണ്ട്സ് എന്താ വരാതിരുന്നു? ഞാൻ ബോക്സിംഗ് പ്രാക്ടീസിന് വന്നതാ. അപ്പൊ സാറിനെ കണ്ടിട്ട് പോവാന്ന് കരുതി. അല്ല സാറ് ഞങ്ങളെ എന്ത് സഹായത്തിനാ വിളിപ്പിച്ചത്? അത് ശാന്തി ഭവനിലെ അംബികയുടെ കാര്യത്തിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടത്. ശാന്തി ഭവനിൽ നിന്ന് ഇന്നലെ എനിക്കൊരു കോൾ വന്നു. കിരണും ഫ്രണ്ട്സും അംബികയെ കാണാൻ ചെന്നപ്പോ അവർക്ക് കൊടുത്തൊരു വാക്കുണ്ടല്ലോ. അംബികയുടെ മകനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടു വരാം എന്നല്ലേ നിങ്ങൾ അവർക്ക് കൊടുത്ത വാക്ക്? നിങ്ങൾ ആ വാക്ക് കൊടുത്ത ശേഷം അവർ വല്ലാതെ വയലന്റാ. അവരുടെ മകനെക്കുറിച്ച് നിങ്ങൾക്കറിയാന്നുള്ളതാ അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർ, അവരുടെ മകനെ കുറിച്ചുണ്ടായ ആശയക്കുഴപ്പം ഞാനും ഫ്രണ്ട്സും സാറിനോട് പറഞ്ഞതല്ലേ? അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആള് മാറിപ്പോയതാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ സർ? പക്ഷെ ആ അമ്മ ഇപ്പോഴും തന്റെ മകന് വേണ്ടി കാത്തിരിക്കുക. അവരുടെ മകനെ കണ്ടെത്തി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ ആ പാവത്തിന് വാക്കുകൊടുത്ത് പറ്റിച്ചത്? നിങ്ങളെയും പ്രതീക്ഷിച്ച് ആ പാവം അവിടെ കാത്തിരിക്കുക. നിങ്ങൾ അവരുടെ മകനെയും കൂട്ടി വരുന്നത് നോക്കി അവരവിടെ കാത്തിരിക്കുക. സർ, അത് നിങ്ങൾ താൽക്കാലിക രക്ഷപ്പെടലിനായി അങ്ങനെ പറഞ്ഞതാണെങ്കിൽ അതൊരു വലിയ തെറ്റാ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ ആ പാവത്തിന് എന്തിനാ പറ്റിച്ചേ? അവർക്ക് വാക്ക് കൊടുത്ത് വെറുതെ ആയില്ലേ? നിങ്ങൾ ആ വാക്ക് പാലിക്കണം. ആ അമ്മയുടെ ഹൃദയം നിങ്ങൾ തകർക്കരുത്. ആ പാവത്തിന്റെ ശാപം അങ്ങനെ നിങ്ങളുടെ മേൽ വീണാൽ നിങ്ങൾക്ക് പിന്നെ അതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല. ഇവനാണ് അംബിക എന്ന് പറയുന്നവരുടെ മകൻ. ആരവെന്ന പ്രതിയുമായി നിങ്ങൾ സൂചിപ്പിച്ചതിനപ്പുറം എന്തെങ്കിലും പരിചയം നിങ്ങൾക്കുണ്ടോ? ഇവൻ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാവോ? അറിയാമെങ്കിൽ നിങ്ങൾ ആ അമ്മയെ സഹായിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നോട് പറയാം. എന്നോട് തുറന്നു പറയുന്നോണ്ട് നിങ്ങൾക്കൊരു കുഴപ്പം വരില്ല. പറയൂ കിരൺ, ഈ ആരവനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്കറിയാവോ? ഇവൻ എവിടെയാണെന്ന് അറിയാവോ? നിങ്ങളെ കുഴപ്പത്തിലാക്കാനല്ല ഞാൻ ചോദിക്കുന്നത്, ആ അമ്മയെ സഹായിക്കാനാ. ആ പാവത്തിന്റെ മുഖം കണ്ടിട്ട് മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഇവനെ അവരുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ അതിനാ ഞാൻ കിരണിന്റെയും ഫ്രണ്ട്സിന്റെയൊക്കെ സഹായം ചോദിക്കുന്നത്. ഇവൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയാണെന്നുള്ളത് എനിക്കറിയാം. ഒരല്പ സന്തോഷം ആ അമ്മയ്ക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി പറയുന്നതാ. ഒരമ്മയ്ക്ക് മകനും മകൻ അമ്മയും തമ്മിൽ കാണാതിരിക്കുമ്പോഴുള്ള വേദനയെ ആർക്കും മനസ്സിലാവില്ല. പറയ് കിരൺ, ഈ ആരവനെ ആ അമ്മയുടെ മുമ്പിൽ എത്തിക്കാൻ നിനക്ക് കഴിയോ? സോറി സർ, ഐ എം ഹെൽപ്ലെസ്. ഒരു റെസ്റ്റോറന്റിൽ മാത്രം വെച്ച് കണ്ട് പരിചയമുള്ള ആരവനെ എനിക്കോ എന്റെ ഫ്രണ്ട്സിനോ അവൻ എവിടെയാണെന്ന് അറിയില്ല. പോലീസുകാർ പോലും അന്വേഷിച്ചിട്ട് ഇതുവരെ കണ്ടെത്താൻ പറ്റാത്തൊരു പ്രതിയെ ഞങ്ങൾ 5 പെൺകുട്ടികൾ എവിടെ പോയി കണ്ടെത്താനാ സർ? സോറി സർ, ഞാൻ പോട്ടെ. ഈ പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ ആരും ആർക്കും നൽകരുത്. നടക്കാത്ത സ്വപ്നങ്ങൾ കാണാൻ ആരെയും പ്രേരിപ്പിക്കുകയും ചെയ്യരുത്. തമാശയായിട്ടാണെങ്കിൽ പോലും അതിനിരയാകുന്നവർ അവര് നിശബ്ദമായിട്ട് നമ്മളെ ശപിക്കും. ഇതാ മോളെ, കുടിക്കേ. വേണ്ട ജോസഫേട്ടാ, ഇപ്പൊ ഇത് കുടിച്ചാ എനിക്ക് തൊണ്ടേന്ന് ഇറങ്ങില്ല. പോട്ടെ.